എവ്രിവൺ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ആസ്റ്ററോയിഡിനെ പറ്റിയിട്ടാണ്. ആൻഡ് എന്തുകൊണ്ട് ഈ ആസ്റ്ററോയിഡ് ഇമ്പോർട്ടൻ്റ് ആവുന്നു? ഇത് എർത്തിനെ ടച്ച് ചെയ്യാനുള്ള ഒരു ചെറിയ പ്രോബബിലിറ്റി ഇസ് ദർ വിച്ച് ഈസ് 2.3% ഇൻ 2032. എന്നാൽ ഇത് പേടിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. അത് ഞാൻ വെറുതെ പറയുകയല്ല, ഫാക്ച്വലായിട്ട് നമ്മൾ മനസ്സിലാക്കി ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. സോ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ആസ്റ്ററോയിഡ് 2024 YR4 എന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ആയിട്ട്, അത് December 27, 2024 നാസ ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ടുള്ള അറ്റ്ലസ് ഇൻ ചിലി ആണ് ഈ ഇങ്ങനത്തെ ഒരു സംഭവത്തിനെ പറ്റി പറഞ്ഞത്. അറ്റ്ലസ് ഇസ് ആക്ച്വലി ആൻ ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം. അപ്പോൾ ഈ ഒരു ആസ്ട്രോയിഡ് 2024 YR4 പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 40 to 100 മീറ്റർ ഇൻ ഡയമീറ്റർ ആണ്. അതായത് നമ്മളുടെ ഒരു നിങ്ങൾക്ക് ഊഹിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ഫുട്ബോൾ ഫീൽഡ് ഇല്ലേ, ആ ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ സൈസ് ഉണ്ടാകും ഈ ഒരു ആസ്റ്ററോയിഡിന്. എന്നാൽ 2032 ഇത് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ലോകം അവസാനിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഫൂളിഷ് ക്വസ്റ്റ്യൻ. ഒരിക്കലുമില്ല. ബിക്കോസ് നമുക്കൊരു ടൊറീനോ ഹസാർഡ് മെഷറിംഗ് സ്കെയിൽ ഉണ്ട്. സോ ടൊറീനോ ഹസാർഡ് മെഷറിംഗ് സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 10 ആണ്. അപ്പൊ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലോ ഇമ്പാക്റ്റും, അതായത് ഇടിക്കത്തോലുമില്ല, വെരി ലോ ഇമ്പാക്റ്റും. അതുപോലെ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഇമ്പാക്റ്റും ആണ്. സോ നമ്മുടെ ആസ്റ്ററോയിഡ് 2024 YR4 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ലെവൽ 3 ആയിട്ടാണ്. ദാറ്റ് മീൻസ് എർത്തിനെ വന്ന് മുട്ടാൻ ചാൻസ് ഉണ്ട്, ബട്ട് വെരി ലെസ് ഇമ്പാക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ എർത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി വാട്ടർ ആണ്. സോ ഇത് വന്ന് ഇടിക്കാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ പോലും അത് കൂടുതലും വലിയ ടൈഡ്സും കാര്യങ്ങളും ഉണ്ടാക്കി ടെറസ്ട്രിയൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പക്ഷേ സ്റ്റിൽ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കാറ്റാസ്ട്രോഫ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പിന്നെ ഏറ്റവും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയും റിസർച്ചേഴ്സും എല്ലാം കോൺസ്റ്റന്റ്ലി ഇതിനെ മോണിറ്റർ ചെയ്യുകയാണ്. സോ ഇതെന്ന് പറയുന്നത് 2032 പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഒരുപാട് ഇയേഴ്സ് ഉണ്ട്. നമ്മൾ ഏർലി ഇത് മനസ്സിലാക്കുന്നു. അവിടെയാണ് നമ്മുടെ റിസർച്ചേഴ്സിന്റെ കഴിവിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവർ ക്ലോസ്ലി ഈ സ്പേസിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി ഏർലി ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. ദാറ്റ്സ് വൈ നമുക്ക് പ്രിക്കോഷൻ മെഷേഴ്സ് എടുക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ നാസയുടെയും നമ്മുടെ വേൾഡിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് ഇതിന്റെ അപ്പുറമുള്ള മിഷൻസ് സോൾവ് ചെയ്തിട്ടുള്ള ചരിത്രം തന്നെയാണ് ഉള്ളത്. നമ്മുടെ നാസയുടെയും ESAന്റെയും അതുപോലെ മറ്റുള്ള ഗ്ലോബൽ ഏജൻസീസിന്റെയും കുറെ സക്സസ്ഫുൾ മിഷൻസ് ഉണ്ട്. നമുക്ക് ഇതുപോലെ സിമിലർ ആയിട്ട് പറയാവുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, വിച്ച് ഈസ് ഇൻ 2004 സംഭവിച്ചതാണ്. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ 99942 ആസ്ട്രോയിഡ്. ഈ ആസ്ട്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ 2.7% ഇമ്പാക്റ്റ് ഉണ്ടാക്കും, എർത്തിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ നമ്മുടെ ഈ ടൊറീനോ ഹസാർഡ് സ്കെയിൽ വെച്ചിട്ട് ലെവൽ 4 ആയിരുന്നു അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇനീഷ്യൽ അനാലിസിസിൽ ഇങ്ങനെ പറഞ്ഞെങ്കിലും എന്നിട്ട് 2029 വന്ന് എർത്തിനെ സ്ട്രൈക്ക് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഫൈനലി ദേ ഫൗണ്ട് ദാറ്റ് ഇത് ലെവൽ 4 നിന്നും ഡിക്രീസ് ചെയ്തിട്ട് നമ്മുടെ അടുത്തൊരു സെഞ്ചുറി, അതായത് നെക്സ്റ്റ് ഒരു 100 ഇയേഴ്സിലേക്ക് ഇതിന് എർത്തിൽ ഒരു ഇമ്പാക്റ്റും ഇല്ല എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഇനീഷ്യൽ അനാലിസിസിൽ ലെവൽ 3 ഈ ആസ്ട്രോയിഡ് 2024 YR4 കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് അവർ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫ്യൂച്ചറിൽ അവർ എന്താ പറയുക, അവരുടെ അനാലിസിസ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് കൊണ്ട് നമ്മളുടെ എർത്തിന് ഇമ്പാക്ട് ചെയ്യുമെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഡാർട്ട് മിഷൻ ആണ്. ദാറ്റ് മീൻസ് നാസാസ് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആസ്ട്രോയിഡ് ഇതുപോലെ കണ്ടുപിടിച്ചു, അത് എർത്തിനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ള ചാൻസ് കുറച്ചും കൂടി ലെവൽ ഹൈ ആയിട്ട് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സ്പേസിലോട്ട് എന്ത് വിട്ടു, ഇവിടെ നിന്ന് തന്നെ ഒരു സാറ്റലൈറ്റ് വിട്ടിട്ട്, ഒരു സ്പേസ് ഷിപ്പ് വിട്ടിട്ട് അതിനെ ക്രാഷ് ചെയ്തു. ഓക്കെ, അതിനങ്ങനെ ക്രാഷ് ചെയ്തിട്ട് അതിന്റെ ഡയറക്ഷൻ മാറ്റി വിടുകയും അങ്ങനെ എർത്തിന് ഇമ്പാക്ട് ചെയ്യാണ്ടിരിക്കുകയും ചെയ്തു. ഇത് നടന്നിട്ടുള്ളത്, ഇതെന്ന് പറയുന്നത് നാസയുടെ ഡാർട്ട് മിഷനാണ് 2022 സംഭവിച്ചിട്ടുള്ളത്. സോ ഇത് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വേഴ്സ്റ്റ് കേസിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ തന്നെ അതിന് പ്രിപ്പയർഡ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയും എല്ലാം അവൈലബിൾ ആണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അടുത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മിഷൻ ഉണ്ട്, വിച്ച് ഈസ് OSIRIS REx മിഷൻ. ഇത് എന്ന് പറയുന്നത് പരാമർശിക്കുന്നത് ഒരു ആസ്റ്ററോയിഡ് ബെന്നുവിനെ പറ്റിയിട്ടാണ്. ദിസ് ആസ്റ്ററോയിഡ് ബെന്നു ഇസ് 500 meter in diameter.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ആസ്റ്ററോയിഡ് 2024 YR4 എന്ന് പറയുന്നതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 40 to 100 മീറ്റർ ആണെങ്കിൽ ഈ ബെന്നു എന്ന് പറയുന്ന ആസ്റ്ററോയിഡ് ഇൻ ഒസിറസ് റെക്സ് മിഷൻ എന്ന് പറയുന്നത് 500 മീറ്റർ ആണ്. ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എർത്തിനെ വന്ന് 2182 ദർ ഇസ് എ ചാൻസ് ഓഫ് കൊളൈഡിങ് ഇറ്റ് വിത്ത് ദ എർത്ത് എന്നാണ് പറയുന്നത്. അതായത് 2182 വർഷം. പക്ഷേ ഇത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നടക്കുന്നൊരു കാര്യം എന്തുകൊണ്ട് ഇപ്പം റെലവൻ്റ് ആവുന്നു എന്ന് വിചാരിച്ചാൽ അതാണ് ഇവിടുത്തെ നാസയുടെയും മറ്റുള്ള ISAയുടെയും മറ്റുള്ള എല്ലാ ഗ്ലോബൽ ഏജൻസീസിൻ്റെയും കഴിവ്. പിന്നെ അടുത്തൊരു മിഷനെ പറ്റി പറയുവാണെങ്കിൽ ആസ്ട്രോയിഡ് 2012 DA14 എന്ന് പറയുന്നതാണ്. അതെന്ന് പറയുന്ന ഒരു 45 മീറ്റർ, അതായത് വെറും ഭയങ്കര കുഞ്ഞായിട്ടുള്ളതാണ്, ബട്ട് സ്റ്റിൽ ഒരു 45 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ആസ്റ്ററോയിഡ് ആയിരുന്നു. പക്ഷെ ഇത് എന്ന് പറയുന്നത് വളരെ കുറച്ച് ടൈമിലാണ് ഇത് മനസ്സിലാക്കിയത്. അതായത് നമ്മുടെ എർത്തിൻ്റെ അടുത്തുകൂടി, അതായത് വെറും 27,700 കിലോമീറ്റർ അടുത്തുകൂടി പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്തു. പക്ഷെ ആ പെട്ടെന്ന് പാസ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് എന്താ, ഇറ്റ് ഹാസ് ബീൻ ട്രാക്ഡ് ആൻഡ് predicted and proved that asteroid tracking works. നമ്മുടെ ഈ ഏജൻസീസിനെല്ലാം ആസ്ട്രോയിഡ് ട്രാക്കിംഗ് ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആസ്ട്രോയിഡ് 2012 DA14 എന്ന് പറയുന്നത്. സോ ഞാൻ എന്തുകൊണ്ടാണ് ഈ എല്ലാ മിഷൻസിനെ പറ്റിയിട്ട് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാതെ ഒരുപാട് മിഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് മിഷൻസിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഏർലി ഇവർ മനസ്സിലാക്കിയത്, ഇന്നിപ്പം ഫെബ്രുവരി 7 ആണെന്നുണ്ടെങ്കിൽ വെറും 1.5 മാസം മുമ്പ് മനസ്സിലാക്കിയ ഒരു സംഭവമാണ് ഈ ആസ്ട്രോയിഡ് 2024 YR4നെ പറ്റിയിട്ട്. പക്ഷെ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയത് വെച്ചിട്ട് എന്താ പറയുക, അവർക്ക് അത് ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാനും അതിനെ ക്ലോസ്ലി എന്താ പറയുക വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെലിസ്കോപ്സും മറ്റുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് യൂസ് ചെയ്ത് അവർ മോണിറ്റർ ചെയ്ത് എന്താണ് അതിൻ്റേത് മനസ്സിലാക്കി. ഇപ്പോൾ ഇത് ഇനീഷ്യൽ അനാലിസിസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിലാണ് അവർ ലെവൽ 3 കൊടുത്തിട്ടുള്ളത് ഹസാർഡ് സ്കെയിൽ വെച്ചിട്ട്. പക്ഷേ എന്താ ഫ്യൂച്ചറിൽ അത് അവരൊന്നും കൂടി അനാലിസിസ് ചെയ്തിട്ട് മേ ബി ലെവൽ 3യിൽ നിന്ന് കുറയാനാണ് ചാൻസ് ഉള്ളൂ. സോ കുറഞ്ഞു വരാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സീരീസ് ഓഫ് മോണിറ്ററിങ്ങിന് ശേഷം ഇനിയിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പേസ് ഏജൻസീസ്. സോ വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു സേ ഇസ് ദാറ്റ് നോളജ് ഇസ് പവർ. ദ മോർ യു നോ ദ ലെസ് യു ഫിയർ ആൻഡ് ഷുവർലി ലിറ്റിൽ നോളജ് ഇസ് ഡേഞ്ചറസ്. എന്ത് കാര്യം നമ്മൾ കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സീരിയസ്ലി പറയാം, എനിക്ക് ആദ്യം ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ചെയ്യാനായിട്ട് എനിക്ക് എൻ്റെ കസിനാണ് പറഞ്ഞു തന്നത്. അപ്പം ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റി കേട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് പേടി തോന്നി. അയ്യോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ മിഷൻസിനെ പറ്റിയൊന്നും ഞാൻ നേരത്തെ ഒട്ടും അവെയർ ആയിരുന്നില്ല. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും എത്ര ഫാസ്റ്റ് ഫോർവേഡാണ് നമ്മുടെ സ്പേസ് ഏജൻസീസ്. അതുപോലെ എന്തിനുമുള്ള ഒരു എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ടെലസ്കോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പം ഈവൻ ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ, ഇപ്പം 8 months ആയിട്ട് സുനിത വില്യംസ് ഒക്കെ സ്പേസിൽ പോയിട്ട് താമസിക്കുന്നു. അവർ ഹെൽത്ത് ഇഷ്യൂസ് അവിടത്തേക്ക് അഡ്ജസ്റ്റഡ് ആയിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. സോ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ വി വിൽ ബി ലൈക്ക് നമുക്ക് ലെസ് പാനിക് ആവാം. അതുപോലെ നമുക്ക് വേൾഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം. സോ ദാറ്റ്സ് ഓൾ. ബൈ.